എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ബാലന്റെ അഭ്യർത്ഥന ലോകത്തെ സ്പർശിച്ചു. ഉമ്മ അറിയാതെ ഉമ്മയുടെ ATM കാർഡെടുത്ത് ആവശ്യമായ പണം പിൻവലിച്ച് ആ കുവൈത്തി ബാലൻ തൻ്റെ ദൗത്യത്തിനിറങ്ങി. അതെ, അവൻ ചെയ്തത് തെറ്റായിരുന്നു. പക്ഷെ അവൻ്റെ ഉദ്ദേശ്യം അത് കരുണയായിരുന്നു. കുവൈറ്റ് സിറ്റിയിലെ ഒരു സാധാരണ ദിനം. പക്ഷേ ആ ബാലന്റെ മനസ്സിൽ അസാധാരണമായൊരു തീരുമാനം പിറവിയെടുത്തു. സാധാരണയായി കുട്ടികൾ പണമെടുക്കുന്നത് കളിപ്പാട്ടങ്ങൾക്കോ ഗെയിമുകൾക്കോ മറ്റോ വേണ്ടിയാണ്. പക്ഷേ ഈ കുഞ്ഞ് വെയിലേറ്റ് കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ഓർത്തായിരുന്നു. ഉമ്മ അറിയാതെ കാർഡെടുത്ത അവൻ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയി. അനേകം പേർക്കുള്ള ഭക്ഷണപ്പൊതികൾ വാങ്ങി. അവയെല്ലാം തൻ്റെ വാഹനത്തിൽ കയറ്റി ലേബർ ക്യാമ്പുകളിലേക്കും റോഡരികിലെ തൊഴിലാളികളിലേക്കും എത്തിച്ചു. ഓരോ പൊതിയും കൈമാറുമ്പോൾ അവൻ ഒരേ വാക്ക് മാത്രം പറഞ്ഞു: ഇത് എൻ്റെ ഉമ്മയുടെ പണമാണ്. ഭക്ഷണം കഴിച്ച് എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഇതിനിടയിൽ ബാലനെ കാണാതായതറിഞ്ഞ വീട്ടുകാർ ആശങ്കപ്പെട്ടു. അവർ അവനെ തേടി കണ്ടെത്തി. പക്ഷേ സത്യം മനസ്സിലായപ്പോൾ ആശങ്ക അഭിമാനമായി മാറി. അതെ, അനുവാദമില്ലാതെ കാർഡെടുത്തത് തെറ്റാണെന്ന് അവർ അവനെ പഠിപ്പിച്ചു. പക്ഷേ അവന്റെ ഹൃദയം അതവർ ചേർത്തു പിടിച്ചു. സഹോദരങ്ങൾ ഈ കാഴ്ച വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ലോകം മുഴുവൻ ആ കുഞ്ഞിന്റെ കരുണയെ കണ്ടു. പിന്നീട് ആ തൊഴിലാളികൾക്ക് സ്ഥിരമായി ഭക്ഷണം നൽകാൻ ഒരു സംവിധാനം തന്നെ ആ കുടുംബം ഒരുക്കി. ചിലർ അങ്ങനെയാണ്, കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നാഥൻ പറഞ്ഞയച്ച ദൂതന്മാരെ പോലെ. ഒരു ATM കാർഡ്, ഒരു കുഞ്ഞിന്റെ ഹൃദയം, ഒരു കുഞ്ഞ് ലോകത്തിന് നൽകിയ പാഠം. ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതെ ഇഷ്ടാനുസരണം ഭക്ഷണം കഴിക്കുന്നവർ ചുറ്റുപാടുമൊന്ന് വീക്ഷിക്കുക. വിശപ്പകറ്റാൻ നിവർത്തിയില്ലാതെ വിശന്നിരിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. അവരെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. എഴുതിയത് റഷീദ് തൊഴിയൂർ. ഇതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ഞങ്ങളോടൊപ്പം കൂടൂ.